സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഒരു നിമിഷം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്നുവരെയും വേദപുസ്തകം വായിക്കുന്നവരാണ് എങ്കിൽ വേദപുസ്തകത്തിൽ പറയുന്ന ഏതെല്ലാം വചനങ്ങളിൽ നിങ്ങൾ അനുസരണക്കേട് കാണിക്കുന്നു, ഏതെല്ലാം വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ നിങ്ങളുടെ സ്വന്തം ഇഷ്ടം പ്രവർത്തിക്കുന്നു, എത്രയോ വിഷയങ്ങളിൽ ദൈവത്തെ ദുഃഖിപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം വഴിയെ പോകുന്നുണ്ട്. പാപത്തിൻ്റെ നിർവചനം ഇതാണ്: നിങ്ങളുടെ സ്വന്തം ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കാതെ ഇരിക്കുന്നതാണ്. അനുസരണം എന്നത് നാം പഠിക്കേണ്ടതാണ്. അനുസരണക്കേട് നാം പഠിക്കേണ്ട ആവശ്യം ഇല്ല, അത് സ്വാഭാവികമായും നമ്മളിലുണ്ട്. എന്നാൽ അനുസരണം നാം പഠിക്കേണ്ടതാണ്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി അവതരിച്ചപ്പോൾ കണ്ണുനീരോടുകൂടി വിലാപത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൽ അനുസരണം പഠിച്ചതായിട്ട് കാണാൻ കഴിയും. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ദൈവത്തെ അനുസരിക്കും. ദൈവത്തെ അനുസരിച്ചതിൻ്റെ ഫലമായി ലോകം മുഴുവനും എതിർത്താലും ശരി, ലോകത്തെ ഭയപ്പെടില്ല. ബൈബിൾ നാം പഠിച്ചുകൊണ്ട് പോകുമ്പോൾ ആ കാലത്ത് ശദ്രക്, മേശക്, അബേദ്നെഗോ ദൈവത്തെ അനുസരിച്ചു. ഒരു വിഗ്രഹത്തിൻ്റെ മുൻപിൽ നിങ്ങൾ നമസ്കരിക്കരുത്. രാജാവിൻ്റെ വലിയൊരു വിഗ്രഹം നിർമ്മിച്ചിട്ട് ലോകക്കാരോടെല്ലാവരും പറഞ്ഞു, പ്രജകളെല്ലാം അതിനെ നമസ്കരിക്കണമെന്ന്, ഇല്ലെങ്കിൽ അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞുകളയും എന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. ശദ്രക്, മേശക്, അബേദ്നെഗോ ദൈവത്തെ അനുസരിച്ചോ അതോ രാജാവിനെ അനുസരിച്ചോ? ദൈവത്തെ അനുസരിച്ചു. അനുസരിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിനെ മഹത്വപ്പെടുത്തുവാനിടയായി. 30 ദിവസം ആരും പ്രാർത്ഥന ചെയ്യുവാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവന്നു. എന്നാൽ ദാനിയേൽ പതിവ് പോലെ ദിവസവും 3 നേരം മുഴങ്കാൽ മടക്കി പ്രാർത്ഥന ചെയ്തു. അതുകൊണ്ട് ദാനിയേലിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് ആ അന്യരാജാവ് രാജ്യം മുഴുവനും പ്രസ്താവിച്ചു. ഈ ദിവസം ക്രിസ്ത്യാനികളായിരിക്കുന്ന നാം ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ? ക്രിസ്ത്യാനികളായ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾക്ക് ദൈവത്തെ അനുസരിക്കണമെന്നുള്ള പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അനുസരിക്കാത്തവർക്ക് അനുഗ്രഹം ഇല്ല, അനുസരിക്കുന്നവർ വളരാനിടയാകും. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച ആരും തന്നെ ദരിദ്രരായിട്ടില്ല, നിർഭാഗ്യവാന്മാരായിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തെ തള്ളിക്കളഞ്ഞവർ അവരുടെ ജീവിതം മുഴുവനും നശിക്കാനിടയായി. ദൈവത്തിൻ്റെ വാക്ക് എന്ന് നമ്മൾ പറയുന്നല്ലോ, ആ ദൈവത്തിൻ്റെ വാക്ക് എവിടെയാണുള്ളത്? ഇതാ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ക്രിസ്ത്യാനികളും വേദപുസ്തകത്തെ എന്തു ചെയ്യണം? വായിക്കേണ്ടതാണ്. വെറുതെ വായിക്കുകയല്ല, നാമമാത്രമായി വായിക്കുകയല്ല. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ, ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ വായിക്കുകയല്ല, വായിച്ചതിനെ ഹൃദയത്തിൽ ഗ്രഹിച്ച് ചിന്തിക്കുന്നതാണ്. ഇന്നു ക്രിസ്ത്യാനികളായിരിക്കുന്നതായ അനേകം ആളുകളും എന്തുകൊണ്ട് ഇപ്പോഴും ദാരിദ്ര്യത്തിലാകുന്നു? എന്തുകൊണ്ട് പലരും മദ്യപിക്കുന്നു? എന്തുകൊണ്ട് അവർ കടബാധ്യതയിലായിരിക്കുന്നു? എന്തുകൊണ്ട് കഷ്ടതയിലായിരിക്കുന്നു? എന്തുകൊണ്ട് ഉദരഫലമില്ലാതെയിരിക്കുന്നു? എന്തുകൊണ്ടാണ് മറുതലിക്കുന്ന വ്യക്തികളായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഒരു തരത്തിലുള്ള അനുഗ്രഹവും ഇല്ലാതെയിരിക്കുന്നത്? കാരണം ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നില്ല. നിങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കണം, കർത്താവേ, ഈ ദിവസം മുതൽ നിന്റെ വചനത്തെ ഞാൻ അനുസരിക്കും എന്ന് നിങ്ങൾക്ക് പൂർണ്ണ മനസ്സോടുകൂടി പറയാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറാനിടയാകും. നിങ്ങളിലെ ശാപമെല്ലാം അഴിഞ്ഞു പോകാനിടയാകും. നിങ്ങളുടെ ദാരിദ്ര്യം അഴിഞ്ഞു പോകാനിടയാകും. നിങ്ങളിലുള്ള ഭീതിയും ഭയവും, ഇന്ന് അനേകർക്കും ഭയമാണ്. ഇന്ന് അനേകം കുടുംബങ്ങളും താറുമാറായി പോകുന്ന അവസ്ഥയാണ്. ദൈവത്തെ അനുസരിക്കില്ല, മറ്റുള്ളവരെ അനുസരിക്കില്ല. അതുകൊണ്ട് പോലീസ് കേസ്, കോടതിയിലെ കേസുകൾ, എത്രയോ ഭാര്യാഭർത്താക്കന്മാർ ഇന്ന് കലഹിച്ചിട്ട് കോടതി കയറിയിറങ്ങുന്നു. അവരാണ് നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നത്. നിങ്ങളുടെ കുടുംബ വിഷയങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ളവർ സംസാരിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ അനുസരണയോടുകൂടി സമാധാനത്തോടെ ആയിരിക്കുന്നില്ല? നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കുക. ചിലർ പറയാറുണ്ട് അവൾ അനുസരിക്കില്ല എന്ന്. അനുസരിച്ചാൽ ഞാൻ സ്നേഹിച്ചിരിക്കുമെന്ന്. അതാണ് ശരി. അവൾ പറയും അവൻ സ്നേഹിക്കുന്നില്ല, സ്നേഹിച്ചാൽ അനുസരിക്കുമെന്ന്. എന്താണ്?
ആദ്യം ഞാൻ അനുസരിക്കാം, അല്ലെങ്കിൽ ആദ്യം ഞാൻ സ്നേഹിക്കാം. യേശുക്രിസ്തു നമ്മെ എപ്പോഴാണ് സ്നേഹിച്ചത്? എപ്പോഴാണ് നാം അനുസരിച്ചതിന് ശേഷമാണോ സ്നേഹിച്ചത്? നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. അവനെ അറിയാതിരുന്ന സമയത്ത്, ശത്രുവിൻ്റെ വശത്തായിരുന്നപ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. നമ്മൾ ബലഹീനരായിരുന്നപ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. ആദ്യം അവൻ നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നാം ഇപ്പോൾ അവനെ സ്നേഹിക്കുന്നത്. ഈ ദിവസം ദൈവത്തെ അനുസരിക്കുവാനായിട്ട് ശീലിക്കുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ ആലോചനകൾ ഉന്നതമായതാണ്. ദൈവത്തിൻ്റെ ചിന്തകൾ ഉന്നതമായതാണ്. അവൻ നമ്മുടെ ജീവിതത്തിൽ സകലതും നന്മയ്ക്കായി വരാനാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചില സമയത്ത് ദൈവത്തിൻ്റെ വാക്കുകൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ദൈവത്തിൻ്റെ വാക്ക് മനസ്സിലാക്കാൻ കഴിയാതിരുന്നപ്പോഴും അന്ന് അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. അബ്രഹാമേ, അബ്രഹാമേ, നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് പോകൂ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്നെ വംശങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറ്റും. അതിലെന്താണ് അർത്ഥമുള്ളത്? സ്വന്തം നാട്ടിൽ നിൽക്കുന്നതാണോ നല്ലത്, അതോ വഴിയിൽ പോകുന്നതാണോ നല്ലത്? കേൾക്കുന്നുണ്ടോ ഇല്ലയോ? സ്വന്തം വീട്ടിലായിരിക്കുന്നതാണോ ക്ഷേമം, അതോ റോഡിൽ കൂടി നടന്നു പോകുന്നതാണോ ക്ഷേമം? എന്താണ്? അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. അതുമാത്രമല്ല, എവിടേക്ക് പോകണമെന്ന് ചോദിച്ചിട്ടില്ല. അബ്രഹാമേ, നീ അമേരിക്കയിലേക്ക് പോകണമെന്ന് പറയുകയാണെങ്കിൽ അങ്ങോട്ട് വ്യക്തമായിട്ട് പോകുവാൻ കഴിയും. എന്നാൽ എവിടേക്ക് പോകണമെന്ന് പറയുന്നില്ല. ദൈവത്തെ അനുസരിച്ചു. ദൈവം ശില്പിയായി നിർമ്മിച്ചതായ ആ പട്ടണത്തിന് വേണ്ടി കാത്തിരിക്കുവാനും പോകുവാനും ഇടയായി. ബൈബിൾ പറയുന്നു, അബ്രഹാം പൊന്നും വെള്ളിയും ഒരുപാട് മൃഗസമ്പത്തുമുള്ളതായ വലിയ ധനവാനായിട്ട് മാറി. അവൻ ദൈവത്തെ അനുസരിച്ചു. വഞ്ചന ചെയ്തോ, വ്യാപാരം ചെയ്തോ, തന്ത്രങ്ങൾ ചെയ്തുകൊണ്ടോ അല്ല. ദൈവത്തെ അനുസരിച്ചപ്പോൾ, അവന്റെ വചനപ്രകാരം ജീവിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായി അവന്റെ അനുഗ്രഹങ്ങളും മൃഗസമ്പത്തും വസ്തുവകകളും എല്ലാം ലഭിച്ചു. ദൈവത്തെ അനുസരിക്കുന്നത് ഏറ്റവും പ്രധാനമാണ്. ഈ കാലത്തുള്ള അനേകം യൗവനക്കാർക്ക് ഈ കാര്യം അറിയുകയില്ല. ദൈവത്തെ അനുസരിക്കുന്നത് അവർ ഓർക്കുന്നില്ല. മാതാപിതാക്കളെ അനുസരിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ എന്ന് പറയും. അതല്ലട മോനെ, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. എനിക്കറിയാം എന്തു ചെയ്യണമെന്ന്. എന്തിനാണ് എന്നെ ജനിപ്പിച്ചതെന്ന് വരെ ചിലർ ചോദിക്കും. എന്താണ്? ദൈവം മാതാവിൻ്റെ ഉദരത്തിൽ നീ ആയിരിക്കുന്നതിന് മുൻപ് തന്നെ നിന്നെ അറിഞ്ഞു സ്നേഹിച്ച് മാതാപിതാക്കളിൽ കൂടി നീ ലോകത്തിലേക്ക് വന്ന് ജീവിക്കുമ്പോൾ എത്ര പേർ ഇന്ന് സ്വന്തം മാതാപിതാക്കളെ അനുസരിക്കുന്നുണ്ട്? പറയൂ. എൻ്റെ ഇഷ്ടമാണ്, എനിക്കറിയാമെന്ന് പറയുന്നു. നിങ്ങളുടെ കാലമല്ല ഇത് എന്ന് പറയുന്നു. സ്കൂളിൽ പോകാതിരുന്നതായ നിങ്ങൾക്കൊക്കെ എന്തറിയാം? ഞാനാണെങ്കിൽ 10ാം ക്ലാസ് 3ാം വട്ടമാണ് എഴുതുന്നത്. നോക്കൂ, 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ചില മക്കൾക്ക് എത്ര അഹങ്കാരമാണ്. അനുസരണം എന്നത് പഠിക്കുക. മാതാപിതാക്കളെ നിങ്ങൾ അനുസരിക്കുക. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തെ അനുസരിക്കുക. നിങ്ങളുടെ മക്കൾക്കത് പഠിപ്പിച്ചു കൊടുക്കുക. ഒരുപാട് മാതാപിതാക്കൾ എന്നോട് പറയാറുണ്ട്, ചെറുപ്പത്തിലെ ഈ മകനെ ഞാൻ സമർപ്പിച്ചതാണ്, എന്നാൽ ഇവൻ ഞങ്ങളെ അനുസരിക്കുന്നില്ല, ദൈവവേല ചെയ്യില്ലെന്നാണ് പറയുന്നത്. ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അവൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് അനേകം മാതാപിതാക്കൾ എന്നോട് പറയാറുണ്ട്. അനേകം യൗവനക്കാരുടെ ജീവിതം ഇന്ന് നശിച്ചു പോകാറുണ്ട്. അവരുടെ ജീവിതം ഗതിയില്ലാത്തതാകുന്നു. യൗവന പ്രായത്തിൽ തന്നെ അനാവശ്യമായ പാപങ്ങൾക്കിടം കൊടുത്ത് അവരുടെ ആരോഗ്യം നശിപ്പിച്ച് നല്ല യൗവനപ്രായത്തിൽ തന്നെ എയ്ഡ്സിന് ഇരയായി പോകുന്ന എത്രയോ യൗവനക്കാരെ അറിയാം. അവർ വേശ്യയുടെ അരികിൽ പോകുന്നു. ചിലർ പറയും, ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ എന്ന്. എനിക്ക് രോഗം വന്നു, എനിക്ക് തലയുയർത്തി നടക്കാൻ കഴിയുന്നില്ല, ഞാനിപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട്. എയ്ഡ്സ് രോഗമെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന ഒരു സൈന്യമുണ്ട്. നമ്മുടെ രാജ്യത്തിൽ യുദ്ധത്തിനാൾ വന്നാൽ അതിനെ എതിർക്കുവാൻ സൈന്യമുണ്ടല്ലോ. ഈ എയ്ഡ്സ് വരികയാണെങ്കിൽ എന്താണ്? നമ്മുടെ രോഗത്തെ പ്രതിരോധിക്കുന്ന ആ സൈന്യത്തിനാണ് രോഗമുണ്ടാകുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? രോഗത്തെ പ്രതിരോധിക്കുന്ന സൈന്യത്തിന് തന്നെ രോഗം ബാധിച്ചാൽ അപ്പോഴെന്താണ് ഉണ്ടാകുന്നത്? രോഗപ്രതിരോധം നടക്കില്ല. അതുകൊണ്ട് അവർക്ക് സ്കിൻ പ്രോബ്ലം വന്നാലും, അവർക്ക് ഹെഡേക്ക് വന്നാലും, ലങ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നാലും, കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാലും അത് സൗഖ്യമാക്കുന്നതിന് വേണ്ടി രോഗപ്രതിരോധ ശേഷിക്ക് ദോഷം സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് പിന്നെ നിനക്ക് ആ രോഗത്തിന് കുറവുണ്ടാകില്ല. എത്ര ഭയങ്കരമായ അവസ്ഥയാണ്. ഇന്ന് അനേകം യൗവനക്കാർ വിവാഹത്തിന് മുൻപ് തന്നെ അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്. ദൈവത്തെ അനുസരിക്കുക, ദുർമാർഗത്തിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോക. വ്യഭിചാരവും ദുർമാർഗവും 2 വാക്യങ്ങളുണ്ട് ബൈബിളിൽ. വ്യഭിചാരമെന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം
വിവാഹ ബന്ധത്തിന് പുറത്ത് പരസ്ത്രീയുമായിട്ടോ പരപുരുഷനുമായിട്ടോ ഉള്ളതായ ബന്ധമാണ്. അത് തെറ്റായിട്ടുള്ളതായ ലൈംഗിക ബന്ധമാണ് വ്യഭിചാരം. എന്നാൽ ദുർനടപ്പ് എന്ന് പറയുമ്പോൾ വിവാഹത്തിന് മുൻപ് തന്നെ പരസ്ത്രീയുമായിട്ടോ പുരുഷനുമായിട്ടോ തെറ്റായ ബന്ധം സ്ഥാപിക്കുന്ന വ്യക്തിയാണ് ജാരത്വം ചെയ്യുന്നത്. ബൈബിളിൽ പറയുന്നു, ദുർനടപ്പ് വിട്ട് നീ ഓടിപ്പോക. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നു, യൗവനമോഹങ്ങൾ വിട്ട് ദൈവത്തോട് കൂട്ടായ്മ അനുഷ്ഠിക്കുന്നവരുമായിട്ട് നീതിയും സമാധാനവും സ്നേഹവും അന്വേഷിക്കുക. ഇന്നെത്രയോ യൗവനക്കാർ അവരുടെ യൗവനപ്രായത്തെ നശിപ്പിച്ചു കളയുന്നുണ്ട്. വ്യഭിചാരികളെയും ദുർനടപ്പുകാരെയും വേശ്യകളെയും ദൈവം ന്യായം വിധിക്കാനിടയാകും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. ദൈവം പണ്ടേ പറഞ്ഞതാണ്, വ്യഭിചരിക്കുവാൻ പാടില്ല, മോഷ്ടിക്കുവാൻ പാടില്ല, കള്ളസാക്ഷ്യം പറയരുത്, കുലപാതകം ചെയ്യരുത്, ഒരു വിഗ്രഹത്തെയും ഉണ്ടാക്കുവാനോ ആരാധിക്കാനോ പാടില്ല, ദൈവത്തിൻ്റെ നാമത്തെ വൃഥാ നീ ഉപയോഗിക്കരുത്, നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, എൻ്റെ വിശുദ്ധ ദിവസത്തെ ആചരിക്കുക, നിന്റെ അയൽക്കാരൻ്റെ ഒന്നിനെയും ആശിക്കരുത്. നിങ്ങളുടെ മക്കൾക്ക് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. ദൈവത്തിൻ്റെ വചനത്തിലെ സത്യങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക. നിങ്ങളുടെ മക്കൾ ദൈവത്തെ അനുസരിച്ചാൽ അവർ വലിയവരായി മാറും. അവർ മുതിർന്നു കഴിയുമ്പോൾ ആർക്കും അവരെ തെറ്റിക്കുവാൻ കഴിയില്ല, ആർക്കും അവരെ ബലഹീനപ്പെടുത്താൻ കഴിയില്ല. എല്ലാ രീതിയിലും അവർ അനുഗ്രഹിക്കപ്പെടും. ദൈവജന തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാം ഇപ്പോൾ ഒന്ന് ദർശിക്കണമേ. കർത്താവേ, ഇവിടെ ആരാണോ യഥാർത്ഥമായിട്ടും പറയുന്നത്, ഇതാ കർത്താവേ, എൻ്റെ ജീവിതം ഇപ്പോൾ നശിച്ചു പോയിരിക്കുകയാണ്, ഇനിയും ഞാൻ നിന്റെ വചനം കേട്ട് ജീവിക്കാൻ കർത്താവേ, എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുകയാണ്, എന്നെ നേരെയാക്കണമേ കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ എന്ന് ആരൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത്, അവരെ ഇപ്പോൾ തന്നെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ, അനുഗ്രഹിക്കുകയാണ് കർത്താവേ. സമർപ്പണത്തോടെ നിന്നോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ദൈവിക അനുഗ്രഹത്തെ പ്രാപിച്ചുകൊണ്ട് പ്രശ്നത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, കടബാധ്യതയിൽ നിന്ന്, ഞെരുക്കത്തിൽ നിന്ന്, ദുശീലത്തിൽ നിന്ന്, പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ നീ സഹായിക്കുമാറാകണമേ. യൗവനക്കാരെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ആരും നശിച്ചു പോകുവാൻ നീ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലല്ലോ. എല്ലാ യൗവനക്കാരെയും നീ സ്നേഹിക്കുന്നുണ്ടല്ലോ കർത്താവേ. ബാല്യകാലത്ത് നിന്റെ മുഖം ചുമക്കുന്നത് നന്നാണെന്ന് പറഞ്ഞല്ലോ. യൗവനകാലത്ത് തന്നെ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ബാലന്മാരെയും എല്ലാ യൗവനക്കാരെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മറുതലിക്കുന്നവരുടെ സ്വഭാവത്തെ എടുത്തു മാറ്റണമേ. അനുസരിക്കുവാനുള്ള മനസ്സവർക്ക് കൊടുക്കണമേ. ദൈവത്തെ അനുസരിക്കുവാൻ അവരെ സഹായിക്കുമാറാകണമേ. അവരുടെ ജീവിതങ്ങളെ നിനക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രയോജനമുള്ളവരായി തീരുവാൻ സഹായിക്കണമേ. ഇപ്പോൾ തന്നെ കടബാധ്യതയിൽ, ഞെരുക്കത്തിൽ അകപ്പെട്ടു പോയി, അനുസരണക്കേട് മൂലമുണ്ടായതായ രോഗത്തിൽ അകപ്പെട്ടുകൊണ്ട്, അതുപോലെ ക്ഷാമത്തിൽ ആയിരിക്കുന്ന നിന്റെ മക്കളെയെല്ലാം ദർശിക്കണമേ. നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ വിടുവിക്കുകയാണ് കർത്താവേ. പുതിയൊരു ജീവിതം അവർക്കെല്ലാവർക്കും കൊടുക്കണമേ. ജീവിതത്തിൽ സമൃദ്ധി കൊടുക്കുമാറാകണമേ. നീ നഷ്ടമായതെല്ലാം തിരികെ കൊടുക്കുന്ന പിതാവായ ദൈവമാകുന്നുവല്ലോ. ഈ കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന നിന്റെ സകല മക്കളെയും നീ അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ ജീവിതത്തിൽ നിന്റെ വൻ കാര്യങ്ങൾ ചെയ്യണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നിന്നെ നിന്നെ എന്നും ഞാൻ
സേവിക്കും. നീ മാത്രം രാജാവെന്നും, നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ